പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ വചനത്തെ പ്രണയിക്കാൻ കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നമുക്ക് ഈ വചനം വായിക്കാനൊരു ദാഹം വേണം, ഒരു കൊതി വേണം, ഒരു കൃപ വേണം. ഈശോയുടെ നിന്ന് നമ്മൾ യാചിക്കണം, ഈശോയെ ഈ വചനത്തിന് വേണ്ടിയിട്ട് ദാഹിക്കാൻ ഒരു കൃപ നൽകണമേ എന്ന്. ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, വചനം ഒരിക്കലും പരാജയപ്പെടില്ല. റോമ 9:6 പറയുമല്ലോ, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. മാർക്കോസ് 13:31 ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. യെശയ്യാ 40:8 പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് വചനം പറയുക. എന്തൊക്കെ പരാജയപ്പെട്ടാലും ആരൊക്കെ പരാജയപ്പെട്ടാലും വചനം വിജയിക്കും. അപ്പോൾ വചനത്തിൽ വിശ്വസിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നമ്മളും യഥാർത്ഥത്തിൽ വിശ്വസിക്കും. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായ വചനത്തെ ധ്യാനിക്കാനായിട്ടൊരു കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. യോഹന്നാൻ 6:68 ശിമിയോൻ പത്രോസ് കർത്താവിനോട് ചോദിക്കുമല്ലോ, കർത്താവ് ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാണ്? നിത്യജീവൻ്റെ വചനസ്സുകൾ അങ്ങയുടെ പക്കലുണ്ട്. നിത്യജീവൻ്റെ വചനസ്സുകൾ, പരാജയപ്പെടാത്ത വചസ്സുകൾ, സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന വചസ്സുകൾ, ജീവിതത്തിൽ തളർച്ചകളിൽ നമ്മളെ ഉയർത്തുന്ന വചസ്സുകൾ കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവയാണ്. ആ വചനങ്ങൾ യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഈ വചനത്തെ പ്രണയിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ. ആത്മാവും മനസ്സും ജീവിതവും ഒക്കെ ഈ വചനത്താൽ നിറയപ്പെടട്ടെ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.